നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി, UDF മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അടച്ചവനെ അൽഹംദുലില്ലാ, അള്ളാഹു വലിയവനാണ്, എല്ലാം അറിയുന്നവനാണ്, ഈശ്വര ദൈവമേ ആശ. മുസ്ലിം ലീഗിന് നല്ലൊരു അവസരമുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ വർഷം. അത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ടും സ്നേഹത്തോടു കൂടിയും അവരറിയിച്ചിരുന്നു, ലോകത്തറിയിച്ചിരുന്നു. അവരെ മാത്രമല്ല, ഇങ്ങനെ അപകടമുണ്ട്, അത് ശരിയാക്കണം, പേര് മാറ്റം. ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗെന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ ലീഗെന്നോ അതല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ യൂണിയൻ കോൺഗ്രസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ദേശീയ പേര് മുസ്ലിം എന്ന് നാമം മാറ്റാൻ, ജാതി പേര് മാറ്റി, മുസ്ലിം അല്ല കുഴപ്പം, ആ ജാതി പേര് മാറ്റാൻ അതവർ ചെയ്തില്ല, മഠത്തം കാണിച്ചു. ഇപ്പം അത് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തിൽ മുസ്ലിം ലീഗ് വരാൻ പോകുന്നു. കുഞ്ഞാലിക്കുട്ടി തങ്ങളിലൊക്കെ ചിറുകരഞ്ഞ രീതിയിൽ എനിക്കത് പറയാൻ സങ്കടമുണ്ട്. കോൺഗ്രസ് ഇല്ലാത്തൊരു ഭരണം, ലീഗ് ഇല്ലാത്തൊരു ഭരണം കോൺഗ്രസ് പ്രതീക്ഷിക്കണം. അതിന് ബാഹ്യമായിട്ടൊരു സപ്പോർട്ടുണ്ട്. ആകെയുള്ള മുസ്ലിങ്ങളിൽ ഞങ്ങളെ 33% ഏതാണ്ട് 1,20,00,000, അല്ലെങ്കിൽ 25 ലക്ഷത്തിനടുത്താണ് മുസ്ലിം ലീഗ് അനുഭാവികൾ. ബാക്കി 1 കോടി അതിന് പുറത്താണ്. ആ 1 കോടി മുസ്ലിങ്ങൾ സംഘടിപ്പിക്കാൻ ഷാഫി പറമ്പിൽ പോലെയുള്ള അപൂർവം മുസ്ലിം ലീഡേഴ്സ് മതിയെന്ന് കോൺഗ്രസ് മനസ്സിലാക്കുക മാത്രമല്ല, അതാണ് യാഥാർത്ഥ്യവും. അസല്ല ഷാഫി പറമ്പിൽ, അസ ഇപ്പം പറഞ്ഞില്ലേ, ഇന്നലെ പറഞ്ഞെന്താണ്, ഘടകകക്ഷികൾക്ക് അല്ല, പുള്ളി പറഞ്ഞത് 33% മുസ്ലിങ്ങളുള്ളപ്പോൾ 9% നായർക്ക് എന്താണ് നിർബന്ധം മുഖ്യമന്ത്രിയെന്ന്. അതൊക്കെ വെള്ളം ഒഴുകിയതിന് ശേഷം അണകെട്ടിയത് പോലെയാണ്, പുള്ളിയുടെ കഴിവ് ഇല്ലാതെ. ഇപ്പം പറഞ്ഞു മുഖ്യമന്ത്രി തീരുമാനിക്കാൻ ഘടകകക്ഷികളുടെ ആവശ്യമില്ല. എൻ്റെ പൊന്ന് മാത്യു കൊയിലാണും മറ്റേ ഹസൻ സാഹിബേ, UDF മുഖ്യമന്ത്രി തീരുമാനിക്കുക, അല്ലെ കോൺഗ്രസ് മുഖ്യമന്ത്രി അല്ല. കോൺഗ്രസിന് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് മറ്റൊരു പാർട്ടിക്കും ആവശ്യമില്ല, അവർക്ക് തീരുമാനിക്കാം. ഇത് UDF മുഖ്യമന്ത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഘടകകക്ഷികൾക്കും പ്രധാന ഘടകകക്ഷികൾക്ക് അവകാശമുണ്ട്, പിന്നെ അർഹതയുണ്ട്. ഓക്കെ, അതൊന്നല്ല ഇവിടെ വിഷയം. ഇന്നിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബുദ്ധിയുടെ ആവശ്യമുണ്ട്, മനഃശാസ്ത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. കുഴലാണ്ടിക്കോട് പറപ്പിച്ച് മിനിയാന്ന് KC പറഞ്ഞു, ഇന്നിപ്പോൾ രമേശും പറഞ്ഞു മുസ്ലിം ലീഗ് ഇനി കൂടുതലൊന്നും അഭിപ്രായം പറയണ്ട, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം എന്നുള്ള അർത്ഥമാണ്. സതീശനെ മുഖ്യമന്ത്രിയാക്കുന്ന പ്രശ്നമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേന്ദ്ര സമിതി ഉണ്ടെങ്കിൽ CD സതീശനെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കുന്ന വിഷയമില്ല. അത് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഒന്ന്, അച്ചടക്കത്തെ, അതായത് അടിമത്തത്തെ നമ്മൾ എതിർക്കും, സ്ലേവറി, അത് തെറ്റാണ്. പക്ഷെ അച്ചടക്കം ഇല്ലെന്ന് അർത്ഥമല്ല. അടിമത്തത്തെ എതിർക്കും നമ്മൾ, അച്ചടക്കം വേണ്ടെന്നല്ല പറയാം. അച്ചടക്കം വേണം, ഡിസിപ്ലിൻ. അതില്ലാത്ത ഒരു സമൂഹം ലോകത്ത് വളർന്നിട്ട് നന്നായിട്ടില്ല. എന്താണ് 10,000 പേരെ മുമ്പിലേക്ക് 1000 പട്ടാൾക്കാർ വരുമ്പോൾ 10,000 പേര് ഒളിച്ചോടിയോ അല്ലെങ്കിൽ പേടിക്കുന്നത്? അവർ അച്ചടക്കത്തോടെയാണ്, സിസ്റ്റമാറ്റിക്കായിട്ട് വരാണ്. അച്ചടക്കം മസ്റ്റാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടിയിൽ. ഇത് ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് സതീശൻ എന്ന് പറഞ്ഞൊരു വ്യക്തി മുന്നോട്ട് വന്നാൽ അതെങ്ങനെ രക്ഷപ്പെടും? ഇപ്പം അൻവർ വന്നില്ല, അവിടുന്ന് പിന്നെ വെല്ലുവിളിച്ച്. അൻവർ എവിടെ പോയി? സതീശ് എന്നൊരു വ്യക്തിയാണ്. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രമാണ്. അതിലുള്ളവർക്ക് തെറ്റുപറ്റാ, ഇല്ലെന്ന് പറയുന്നില്ല. അങ്ങനെ ഹൈക്കമാൻഡ് എടുക്കുന്ന ഒരു തീരുമാനത്തെ ഇങ്ങനെ പബ്ലിക്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങി അതിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ അത് നല്ല കീഴ്വഴക്കാണോ? പക്ഷെ ഹൈക്കമാൻഡിന് ഒരു ഉത്തരവാദിത്വം വരുന്നു. നമുക്ക് ചില അവകാശങ്ങളുള്ള ചില കടമകളുണ്ട്. ആ കടമ എന്താണ്? പബ്ലിക്കിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കാതെ അവരും കൂടി കണക്കിലെടുത്ത് വേണം തീരുമാനം എടുക്കാൻ. അത് പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ പിന്നെ താല്പര്യമാണ്, ചെയ്യേണ്ടതാണ്. അത് ചെയ്യാത്തതിന് പേരിലാണ് ഇപ്പോൾ കേരളത്തിൽ അങ്ങ് മുറവിളി കൊടുത്തത്. ആ മുറവിളിയൊക്കെ താൽക്കാലികമാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പല വാട്സപ്പ് സന്ദേശങ്ങൾ കേൾക്കാം,
സതീഷ, നിങ്ങൾ പാർട്ടി ഉണ്ടാക്കി 90% കോൺഗ്രസ് നിങ്ങളുടെ കൂടെ വരുന്നത്. ഒരു ചുക്കും വരില്ല. നിങ്ങളെക്കാൾക്ക് എത്ര വലുതായിരുന്നോ കെ കരുണാകരൻ. ഒരു കാലത്ത് അന്തോണി പുറത്തു പോയില്ലോ, അവരൊക്കെ തിരിച്ചു വന്നില്ലേ? സതീഷ് എന്നൊരു വ്യക്തി ഒറ്റയ്ക്കൊരു പുസ്തകം ഉണ്ടാക്കാൻ നോക്കിയാൽ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. പിന്നെ ആവേശം കൊണ്ട് ചില സ്ഥലങ്ങളിൽ കുറേ ആൾക്ക് തെരുവിൽ ഇറങ്ങും, ചിലപ്പോൾ ഇല്ലെന്നില്ല. അതെല്ലാം മനസ്സിലാക്കിയിട്ട് രാഹുൽ ഗാന്ധി നയിക്കുന്ന, ഗാർഗ് നയിക്കുന്ന, പ്രിയങ്ക നയിക്കുന്ന, സോണിയാജിയുടെ നേതൃത്വമുള്ള ഇന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാരണവശാലും സതീശന് മുഖ്യമന്ത്രിയാക്കുന്ന പ്രശ്നമില്ല. ഇപ്പോൾ ചിലവർ ആലുവയിൽ സതീശൻ്റെ കൂടാണ് ആൾ കൂടുതൽ പ്രഖ്യാപിക്കുന്നു തന്നെ. പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയും ഒരു മനഃശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പിനും പ്രതീക്ഷയില്ല. എന്താണ് പിന്നെ കാരണം ഈ മുഖ്യമന്ത്രി ഇന്ന് രാഹുലാണല്ലോ ഇപ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ അവസാന വാക്ക്. അല്ലെങ്കിൽ ആ രാഹുലിന് വിധേയരാവില്ല എന്നറിയാം. ഒരു പോയിന്റ് ഉണ്ട്, ഒരു മനഃശാസ്ത്ര പോയിന്റ് ഉണ്ട്, സൈക്കോളജിക്കൽ പോയിന്റ്. അതെന്താണ്? നേതൃത്വത്തെ അംഗീകരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ നേതൃത്വം അടിമത്തം കാണിക്കാൻ പാടില്ല എന്നുള്ളത് സംശയമാണ്. അടിമത്തം കാണിച്ച ആൾക്ക് സമ്മതിക്കില്ല. അതിനർത്ഥം പിന്നെ വിധേയത്വം വേണ്ടതില്ല, അത് വേണമല്ലോ, അച്ചടക്കം വേണമല്ലോ. അച്ചടക്കം ഇല്ലാത്ത ഒരു രീതിയിലാണ് സതീശെ കുറിച്ച് കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ KC വേണുഗോപാൽ അത് പ്രചരിപ്പിച്ചിരിക്കുന്നു. കേരളത്തിൽ പിന്നെ ആ ഡാം അടച്ചുപോലെ ഒറ്റ നിമിഷം കൊണ്ട് പ്രശ്നം എങ്ങനെ തീർന്നു രാഹുൽ ഗാന്ധി ചോദിച്ചു. രാഹുൽ ഗാന്ധി എങ്ങനെ അറിയാം കേരളത്തിൽ? അത് KC വേണുഗോപാൽ പറഞ്ഞിട്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ പുറകിൽ കളിച്ചുകൊല്ലം സതീഷിൻ്റെ ഗ്രൂപ്പാണെന്നറിയാം. അതിലൊരു അപകടം കൂടി കൂടുതൽ പറ്റിയിട്ടുണ്ട്. ആ അപകടം എന്താ വെച്ചാൽ മനസ്സിലാക്കണം. ജിഹാദികൾ എന്ന് പറയുന്ന, മുസ്ലിം എന്ന് പറയുന്ന അവർ കൂടി മെയിനായിട്ട് പിന്നെ സതീഷ് സപ്പോർട്ട് ചെയ്യുന്നു. അത് ഇവിടുത്തെ സവർണ വരേണ്യ വർഗത്തിന് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് അവർ പ്ലേറ്റ് മാറ്റി. എന്താണ് പ്ലേറ്റ് മാറ്റി? സതീശൻ ജിഹാദിയുടെ ആളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പ്രതീക്ഷ അതെല്ലാം ജിഹാദികളും ജമാഅത്ത് ഇസ്ലാമിയൊക്കെയാണ് ചെയ്യുന്നത്, മുസ്ലിങ്ങളാണ് ചെയ്യുന്നത്. അത് ചെറിയ എൻ്റെ അനുഭവം പറഞ്ഞുതരാം. അനുഭവം കേട്ടുകളുമില്ല. ഞാൻ വാഴക്കുളം പഞ്ചായത്തിലാണ്. അവിടെ 17-ാം വാർഡിൽ ഞാൻ സ്ഥാനാർത്ഥിയത് കോൺഗ്രസിൻ്റെ. ഇപ്പോൾ അത് 27 ഉണ്ട്. അത് ഞാൻ പറഞ്ഞ 30-35 വർഷം മുമ്പുള്ളൂ. അതിന് മുൻപ് ഒരു 40 വർഷം മുൻപ് അവിടെ MP ജയിക്കും കോൺഗ്രസിൻ്റെ ആളും പത്മനാഭൻ നായർ എന്ന് പറഞ്ഞ ഒരു നായർ സ്വതന്ത്രമായിട്ട് LDFൻ്റെ ആളായിരുന്നു. പടനായിരുന്നില്ല അത്ര. ആ മനുഷ്യന് പ്രീമിയർ ടൈസിലെ അക്കൗണ്ടിനാണ്, വളരെ താത്വികനാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ പുള്ളി പണ്ട് RSSൻ്റെ ശാഖ അവിടെ തുടങ്ങിയപ്പോൾ എന്തോ കാരണവശാൽ ആ സ്ഥലത്ത് പോയിരുന്നു. അത് ഫോട്ടോ എടുത്തിട്ടുണ്ടായി. ആ ഫോട്ടോ എവിടെയോ തപ്പിപ്പിടിച്ച് ഈ രണ്ടുപേരും മരിച്ചുപോയി. ഈ ജയിക്കും എന്നറിയോ ഒരു വലിയ നോട്ടീസ് അടിച്ചിറക്കി. അവിടെ മുസ്ലിം ഭാഗമാണ് ആ മണ്ഡലം. അങ്ങനെയാണ് ഞാനൊക്കെ അവിടെ വന്നത്. എന്താണ് ഇയാൾ RSS ശാഖയിലെ ആളാണെന്ന്. പാവം ആൾക്കാർ വിശ്വസിച്ചു, സത്യമല്ലെങ്കിലും. അതുകൊണ്ട് തന്നെ പുള്ളി തോറ്റുപോയി, ജയിക്കും ചെയ്തു. അതുപോലെ ജിഹാദിയാണ് എന്ന് അന്ന് RSS എന്ന് പറഞ്ഞാൽ മോശമാണെങ്കിൽ ഇത് ജിഹാദി പറഞ്ഞ മോശം. RSS ഭരിക്കല്ല, ഒരു മോശമില്ലല്ലോ. ജിഹാദിയാണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണ്ടീഷനിൽ അവിടെ -പോയിന്റാണ്. അങ്ങനെ സതീഷ് -പോയിന്റായി. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴേ ഒരു മനഃശാസ്ത്ര വിദ്യാർത്ഥികളിൽ മൊയ്തീൻ ഷായുടെ ഗ്യാങ്ങും പറയുന്നത്, ഗ്രൂപ്പും പറയുന്നത് സതീശൻ കേരളത്തിൽ ഒരു കാരണവശാലും കോൺഗ്രസിന് മുഖ്യമന്ത്രിയായിട്ട് വരില്ല എന്നുള്ള. ഞാനീ പറയുന്നത് ചിലപ്പോൾ അല്പം കടന്ന വാക്കാണെന്ന് അറിയാം. ഞാൻ സതീഷ് മുഖ്യമന്ത്രിയാക്കാൻ പറഞ്ഞ് ധർണ ഇരിക്കാൻ ഉദ്ദേശിച്ച ആളാണ് ഇന്നലെ, തിങ്കളാഴ്ച. പക്ഷേ അത് പിന്നെ വേണ്ടത് വെച്ച് സതീശൻ മുഖ്യമന്ത്രി ആകേണ്ടാണ്, ആൾക്കാർ സംശയമില്ല. എൻ്റെ അനുഭവം, ഞാൻ വാഴക്കുളം പഞ്ചായത്തിൽ മത്സരിച്ചപ്പോഴും അന്ന് അരിമ്പശ്ശേരി മുഹമ്മദ് കുട്ടി മകൻ പരീത്, അദ്ദേഹം BA ഡിഗ്രിയിലാണ്. AICC എന്നൊരു കമ്പനിയുണ്ട് കാൽക്കട്ടയിൽ, BICC, ബ്രിട്ടീഷ് ഇൻസുലേറ്റഡ് കലണ്ടേഴ്സ് കമ്പനി. ബ്രിട്ടീഷ് ഇൻസുലേറ്റഡ് കലണ്ടേഴ്സ് കമ്പനി എന്ന കൽക്കട്ട, അന്ന് ബോംബെക്കിൽ പ്രാഥമിക കൽക്കട്ട. ഞാനിപ്പോൾ അത് 50 കാലഘട്ടത്തിലാണ്. അവിടെ ജോലിയായിരുന്നു വർഷങ്ങളായിട്ട്. ഇവിടുന്ന് കല്യാണം കഴിച്ച് അവിടെ താമസിച്ച് മക്കളൊക്കെ അവിടെ വരിക. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, നിങ്ങളാണ് ജയിക്കേണ്ടത്. ജയിക്കില്ല, കാരണം ആൾക്കാർക്ക് നിങ്ങൾ ജയിച്ച് നിങ്ങളെ വലയിൽ ആക്കാൻ പറ്റില്ല.
നിങ്ങൾ സ്വന്തം അഭിപ്രായം പറയും. സ്വന്തം അഭിപ്രായം വേണ്ട. അങ്ങനെയാണ് എനിക്ക് 3 വോട്ട് തോൽപ്പിച്ച് കോൺഗ്രസ്സുകാർ ഞാനെ നിർത്തി കമ്മ്യൂണിസ്റ്റായ വാഹിദ് ജയിപ്പിച്ചു. വാഹിദ് അളി കൂടിയാണ്. അത് പറഞ്ഞാൽ സതീശൻ സ്വന്തമായ അഭിപ്രായങ്ങളാണ്. സ്വന്തമായ അഭിപ്രായമായിട്ട് കാര്യമില്ലെന്നേ. വിധേയത്വത്തിന് മാത്രമേ പറ്റുള്ളൂ. ഏത് കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ വിധേയത്വമുള്ള ഒരാളെയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഏത് സംസ്ഥാനം മുഖ്യമന്ത്രി ആക്കുള്ളൂ. കാരണം അല്ലെങ്കിൽ അവർ പറയുന്നത് ധിക്കരിച്ചു പോയ മോശമല്ലേ? മുഖ്യമന്ത്രി പവറുള്ള ആളല്ലേ? സംസ്ഥാനത്തെ മെയിൻ കക്ഷിയാണല്ലോ മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് അത് രാഷ്ട്രീയക്കാർക്കറിയാം, MLA-മാർക്കൊക്കെ അറിയാം സതീശന് വഴങ്ങുന്ന ഒരു സ്ഥലമില്ല. കാരണം സതീശൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ രാഹുൽ ഗാന്ധിയോട് നേർക്കേട്ട് ഓടിക്കിയിട്ടുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി സതീശൻ മുഖത്ത് നോക്കാറുള്ളത്. അങ്ങനെ സംഭവം ഉണ്ടായി പണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടി കാലത്ത്. സതീഷ് ഇത് രാഹുലായിട്ട് ഒതുക്കി. അതിനുശേഷം രാഹുൽ പിന്നെ ഉമ്മൻചാണ്ടിയായിട്ട് അടുത്തിട്ടില്ല. പിന്നെ വലിയ വേണം ഒന്നില്ല, പുള്ളി മരിച്ചു പോയല്ലോ. അപ്പോൾ എല്ലാം കൊണ്ട് നോക്കിയാലും നമ്മൾ മെറിറ്റ് എന്ന് പറയുന്നത് ഡിമെറിറ്റ് അല്ലെങ്കിൽ അത് മോശമായിട്ട് ബാധ്യമായിട്ടാണ് സതീശന് ഇപ്പോൾ ഈ മുസ്ലിങ്ങളുടെ സപ്പോർട്ടും ജിഹാദി സപ്പോർട്ടും ലീഗിൻ്റെ സപ്പോർട്ടും ഒക്കെ. കാരണം ലീഗിന് ഒരു അവസരം ഉണ്ടായിരുന്നു. 22 സീറ്റ് കിട്ടിയാൽ 23 എന്ന് പറയുന്നത് എങ്ങനെ മനസ്സിലാവും? 22, 23 സീറ്റ് എന്ന് പറയേണ്ട പോലെ എന്നിട്ട് കിട്ടിയത് വിജയം തന്നെ. പക്ഷെ എന്ത് ചെയ്താലും ആ സമുദായത്തിൻ്റെ പേരിൽ ജാതി പേരിലല്ലേ, ജാതി പേരിൽ വന്ന എൻ്റെ ഭൗതികമായിട്ട് ഗുണമില്ലെന്നേ. അത് മനസ്സിലാക്കി ലീഗിന് സാധിച്ചില്ല, കുഞ്ഞാക്ക് സാധിച്ചില്ല. അതിൽ ഷാജിയെ പോലെയുള്ള കണ്ട് മതമാണെന്ന് ജീവിതത്തിൽ ആവേശമായിട്ടാണ് പ്രസംഗിക്കുന്നത്. ഇവിടെ ഒരു പള്ളി കോമ്പൗണ്ടിൽ പ്രൈവറ്റ് മീറ്റിങ്ങിലേക്ക് നിങ്ങൾ എന്ത് പറയുമോ? മുസ്ലിം തന്നെ ഇവിടെ പറയുമോ? കോമൺ ആയിട്ട് പ്ലാറ്റ്ഫോമിൽ അങ്ങനെയൊന്നും ആവേശങ്ങൾ പറഞ്ഞാൽ അത് ദ്വയാർത്ഥം ഉണ്ടാവും, വ്യാഖ്യാനിക്കും. അതിലൊരിക്കൽ തോറ്റുപോയി പുള്ളി. നിങ്ങൾ വിമർശിക്കുമ്പോഴേ പിണറായി വിജയനൊക്കെ വിമർശിക്കുമ്പോൾ ഒരു മിതത്വം പാലിക്കണം. അദ്ദേഹം ചീഫ് മിനിസ്റ്റർ അല്ലേ, രാജാതിരാജനല്ലേ, എന്തിനും മടിയാതനല്ലേ, ഷാജിയെ പോലെ അതിനേക്കാൾ ശക്തിയല്ലേ. ഇപ്പം പിണറായി വിജയനെ പോലെ വിമർശിക്കുമ്പോൾ ഒരു മിതത്വം പാലിക്കണം. വിമർശിക്കാൻ തെറ്റൊന്നുമില്ല. അതിൽ പ്രധാനമന്ത്രി മോഡിയെ വിമർശിക്കുമ്പോഴേ ഒരു മിതത്വം പാലിക്കണം. നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ, അതൊന്നും ഷാജിക്കില്ല. ഈ മലബാർ കാക്കന്മാരെ കുറിച്ച് പറയുന്നത് സ്നേഹിച്ചൽ നക്കിയോലും വെറുതെ പിച്ചുകൊല്ലുക, രണ്ടും കൊല തന്നെയാണ്. ഇതുപോലെയാണ് അവർ വിശ്വസിക്കാൻ പറ്റിയവരാണ്, യാതൊരു സംശയമില്ല. അവങ്ങനെ വിശ്വസിക്കാൻ പറ്റിയവർ അവർക്ക് എന്തെങ്കിലും തെറ്റ് സംശയം അവർക്ക് ദേഷ്യം കൂടുക സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞത് ഒരു പെട്രോൾ കാറും ഡീസൽ കാറും വർക്ക്ഷോപ്പിൽ കയറ്റിയാൽ പെട്രോൾ കാറിന് ചെലവ് കുറയുള്ളൂ, ഡീസൽ കാറിന് ചെലവ് കൂടും. കാരണം ഡീസൽ കാർ പരമാവധി ഓടിയ ശേഷമാണ് കേടാകുന്നത്. പെട്രോൾ കേടുവരാം. അതുപോലെയാണ് ആത്മാർത്ഥമായിട്ട് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നെങ്കിൽ അവർ നമ്മളോട് ശത്രുത കാണിച്ചാൽ അല്ലെങ്കിൽ വഞ്ചന കാണിച്ചാൽ സ്വാഭാവിക ദേഷ്യം കൂടും. ഇത് സൈക്കോളജി, അത് നമുക്ക് എതിർപ്പില്ല. അതുപോലെയാണ് ലീഗിന്. അത് മാറ്റിവെച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജാതി പേര് മാറ്റി മുന്നോട്ട് പോയെങ്കിൽ അവർക്ക് കേരളത്തിൽ നമ്പർ 1 സ്ഥാനം ഉണ്ടായത് ദേശീയ ലെവലിൽ 2ാമത്തെ 3ാമത്തെ പാർട്ടിയാകാതെ ഇനിയും അവസരമുണ്ട്. പക്ഷേ അതവർ ചെയ്യുന്നില്ല. അത് ചെയ്യാത്തതുകൊണ്ട് അത് വളർന്ന് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് അത് ബസ്. ഇപ്പം ഒരു കാര്യം ആലോചിച്ച് നോക്ക്, മുസ്ലിം ഇല്ലാത്തത് ഭരണമാണ്. അല്ലെങ്കിൽ ഇത്ര ശക്തമായിട്ട് KC വേണുഗോപാലും പറയുമോ വിജയാന്ന്? ഇന്നിപ്പോൾ രമേശും പറഞ്ഞു മുസ്ലിം ലീഗാണ് കൂടുതൽ ഇടപെടേണ്ട കാര്യമില്ലെന്ന്. അതിനൊക്കെ അർത്ഥം ആ EMS ആളില്ല ലീഗിൽ വിമത ലീഗിനെ പുറത്താക്കാൻ വേണ്ടി എന്തെടുത്ത് ഇടപാട് തീർത്ത പെണ്ണിനെ ഇടപാട് തീർത്താൽ നമ്മൾ നഷ്ടപരിഹാരം പെണ്ണ് കൊടുക്കും. പെണ്ണ് തന്നെ പോയാലോ, തന്നെ പോകാൻ വേണ്ടി ശരിയത്ത് നിയമം എടുത്തിട്ട് അവൻ മുസ്ലിങ്ങൾ ചൊടിക്കുമെന്നറിയാം. എന്താ നിങ്ങൾ പൊയ്ക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പോയില്ലേ? അതിൽ മുസ്ലിം ലീഗിനെ പറയാം, മുസ്ലിങ്ങൾ പറഞ്ഞ് നിങ്ങൾ പൊയ്ക്കോ, കുഴപ്പമില്ല, നമുക്ക് പിരിയാം. ആ പിരിയൽ എടുക്കേണ്ടി വരുന്നു. ഇനി ശിഹാബ് കുഞ്ഞാലിക്കുട്ടിയൊക്കെ എത്തൊക്കെ പറഞ്ഞാലും മുസ്ലിം ലീഗ് ഭരണത്തിൽ നിന്ന് മാറാനുള്ള അവർക്ക് 2 തടസ്സമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒന്ന്, KC വേണുഗോപാൽ ഡൽഹിയിൽ ആധിപത്യം കോൺഗ്രസിനെ ക്ഷീണം ചെയ്തു. അവിടെ എങ്ങനെയെങ്കിലും ഈ എന്താണ് പറയുന്നത് ഈ മാൻഡ്രേക്കിനെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി കോൺഗ്രസ് പാടുപെട്ടിരിക്കുക. അങ്ങനെയാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനം വന്ന് കൊടുത്ത് ഒഴിവാക്കാൻ നോക്കിയത്. അല്ലാതെ അയാൾ ഒഴിവാക്കുമല്ല. അയാളെ രാഹുൽ ഗാന്ധി ബാധിക്കുന്ന എന്തോ ചില രഹസ്യ കടലാസുകളൊക്കെ അയാളുണ്ട്. അതാണ് രാഹുൽ ഗാന്ധി പകച്ചു വന്ന് KCയുടെ മുന്നിൽ. മറ്റൊന്ന് മുസ്ലിം ലീഗായിട്ടുള്ള ബന്ധം. മുസ്ലിം ലീഗായിട്ട് ബന്ധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ഗുണമില്ലെന്നേ, ലീഗിനും ഇല്ല. വടക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ ഏത് സ്ഥലത്ത് അവർക്ക് ധാരണയുണ്ടോ, ഒരു മെമ്പറുണ്ടോ, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ല. കോൺഗ്രസ് ഒക്കെ ഉണ്ടായിട്ട് കോൺഗ്രസും ഗുണമില്ല. അപ്പോൾ ഞാൻ ബാധ്യ വോട്ട് ചെയ്ത് വാങ്ങിച്ചു. അതിന് പകരം എടുക്കുന്നത് ഷാഫിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം.
ആകെയുള്ള മുസ്ലിങ്ങളിൽ 25 ലക്ഷം മാത്രമേ ലീഗിന് ഭാഗങ്ങൾ. അതൊരു കേന്ദ്രീകൃതമായതുകൊണ്ട് മലപ്പുറത്ത് 16 സീറ്റ് കിട്ടി. അത് ലീഗിനൊന്നല്ല, ഇപ്പോഴത്തെ ആ ട്രെൻഡ് കൊണ്ടാണ്. അലി ജമാലിലോ പാലക്കാട് മുതൽ കാസർഗോഡ് വരുമ്പോൾ 65 സീറ്റുണ്ട്. 60 സീറ്റിൽ കോൺഗ്രസ് 2 പ്രാവശ്യം മത്സരിച്ചത്. ലീഗിൻ്റെ സീറ്റൊക്കെ മലപ്പുറം ഭാഗത്തേക്ക്, പാലക്കാട് കണവില്ല, അല്ല മലപ്പുറം. ആ 60 സീറ്റിൽ മത്സരിച്ച് ജയിച്ചതിന് 5 സീറ്റാണ്, 60 തോറ്റുപോയി. അവിടെ മുസ്ലിങ്ങളില്ലേ, മോർ ദാൻ 50% മുസ്ലിങ്ങൾ സ്ഥലമാണ് ഇതെല്ലാം. പക്ഷേ ലീഗുകാരില്ല. ലീഗുകാരനെ ഒരു കാലുവാരുമില്ല, അവർ വിശ്വസിക്കാൻ കൊള്ളാം, അതറിയാം, അതുകൊണ്ടാണ് നിർത്തി. പക്ഷേ ഇനിയൊരു കാര്യം വരുന്നത്, അപ്പോൾ ഷാഫി പറമ്പിലിനെ കയ്യിലെടുത്തുകൊണ്ട് ഷാഫി പറമ്പിലിന് KPCC പ്രസ്ഥാനം കൊടുത്തുകൊണ്ട് നായർ ലോബി എന്ന് പറഞ്ഞ KC വേണുഗോപാൽ അല്പസ്വല്പമൊക്കെ സതീഷിനെ പോലെ പരസ്യമായിട്ട് സംഘവിരോധിയോ അല്ലെങ്കിൽ NSS SNDP വിരോധിയൊന്നുമില്ല. പുള്ളി ഒരു അമിക്കൽ സെറ്റിൽമെൻറ്റ് അങ്ങനെ ഒരു നിൽക്കുന്ന കാര്യമാണ് ഭരിക്കാൻ വേണ്ടി. അവർ മുന്നോട്ട് പോകും, സംഗതി ക്ലീനാണ്. അതല്ലെങ്കിൽ സംഘപരിവാറിനെതിരെയൊക്കെ ചില കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ കേന്ദ്ര നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഹൈക്കമാൻഡോ അത് മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ സതീഷ് ചിലപ്പോൾ തീരുമാനം എടുത്ത പോലെ സംഘവിരോധിയായിട്ട് നിൽക്കണം പുറത്ത്. ഉള്ളിലൊക്കെ നമുക്കറിയില്ല, അത്ര ക്ലിയർ ഒന്നുമല്ല, വേറെ പല സംഭവമുണ്ട് പറഞ്ഞില്ല. പക്ഷേ KC അല്ല, KC പിന്നെ എന്താണ് രമേശ് വന്നാലും അമിക്കബിൾ സെറ്റിൽമെൻറ്റാണ്. അവർ വലിയ വെള്ളപ്പിള്ളിയായിട്ട് അവർ യോജിച്ചു പോകും, NS ആയിട്ട് യോജിച്ചു പോകും, എല്ലാവരും യോജിച്ചു പോകുന്ന കൂടുതലാണ്. പക്ഷേ ഒരു കാര്യം മുസ്ലിം ലീഗ് മനസ്സിലാക്കണം, ഇവിടെ വരുന്നത് 2 പോയിന്റ്. ഒന്ന്, പരസ്യമായിട്ട് മുസ്ലിം ലീഗ് സതീഷ് സപ്പോർട്ട് ചെയ്ത് എന്ന് തെളിയിക്കുകയും രഹസ്യമായിട്ട് ഹൈക്കമാൻഡ് പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു പറയുമ്പോൾ പരസ്യമായിട്ട് ഞങ്ങൾ സതീഷ് സപ്പോർട്ട് ചെയ്തു, രഹസ്യമായിട്ട് പിന്നെ എന്താണ് ഹൈക്കമാൻഡ് പറഞ്ഞാൽ അനുസരിക്കുമെന്ന് പറഞ്ഞാൽ KCക്ക് അനുകൂലിക്കുക. അങ്ങനെ ഒരു കളി ഉണ്ടോ എന്ന് സംശയമുണ്ട്. അങ്ങനെ ഒരു കളി വരാം. അല്ലെങ്കിൽ ഇപ്പുറത്ത് KC ഗ്രൂപ്പും ലീഗിനെ മാറ്റാൻ വേണ്ടി ഒരു അടവെടുത്താണെന്ന് കണ്ടത്. അങ്ങനെ എന്തൊക്കെ ആയാലും കേരള രാഷ്ട്രീയത്തിൽ അതിസങ്കീർണവും ബൃഹത്തുമായ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവാണ്. ചില മാറ്റങ്ങൾ ഏതായാലും അവർ മണിക്കൂറിനകം മനസ്സിലായോ? എന്ത് മനസ്സിലായി സാധാരണ കോൺഗ്രസ് അനുഭാവികളും മുസ്ലിങ്ങളെ ലീഗുകാരെ നിങ്ങൾക്ക് ഞാൻ എത്രയോ പ്രാവശ്യം സ്നേഹിച്ചും വെറുത്തും പിണിയും പറഞ്ഞ് നിങ്ങൾക്ക് വേറെ യാതൊരു കുഴപ്പമില്ല, നിങ്ങളെല്ലാം വിശ്വസിക്കാവുന്ന കൂട്ടത്തിലാണ്, അഴിമതിക്കാരൊന്നുമല്ല. കുഞ്ഞാലിക്കുട്ടിയൊക്കെ വളരെ പക്വതയുള്ള ആളാണ്, കുഴപ്പമില്ല. പിന്നെ രാഹുൽ ഗാന്ധി പോലെ വെൽ ഡ്രസ്ഡ് ജെന്റിൽമാനാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾ ആ ജാതി പേര് ഉപേക്ഷിക്കാൻ പറഞ്ഞ് ഞാൻ എത്രയോ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു, സ്നേഹത്തിൻ്റെ ഭാഷ പിണുങ്ങിയാണെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങളത് ഉപേക്ഷിച്ചോ കൂട്ടോ, നിങ്ങൾ നന്നാകാൻ വേണ്ടിയാണ്. അത് വണ്ടി വലിക്കുന്ന കാൾ കമ്പിൽ ആടം തിറക്കും, അത് കാളുകൂടെ കൂടുതൽ പണിയെടുപ്പിക്കാൻ വേണ്ടിയാണ്. അതെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ നന്നാക്കാൻ വേണ്ടിയാണ് ഞാനാ പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളോട് വിരോധമുണ്ടായിട്ടില്ല. പക്ഷെ അത് ആർക്കും മനസ്സിലായില്ല. ഇപ്പോൾ പിന്നെ ഷാഫി പറമ്പിൽ വന്നപ്പോൾ ഷാഫി പറമ്പിൽ അഗ്രഗണ്യനാ. കാരണം പുള്ളി അങ്ങനെ മതവാദിയോ അല്ലെങ്കിൽ മുസ്ലിം അനുഭാവിയോ അങ്ങനല്ല, സാധാരണ ഒരു രീതിയിലൊക്കെ കോൺഗ്രസ്സുകാരൻ മാത്രമേ അവർക്ക് അങ്ങനെ വേണ്ടത്. അസ്ലം പോലുള്ള എല്ലാം ഉണ്ട്. അസ്ലിനൊന്നും ഗ്യാങ് ഇല്ല, ഷാഫി ഗ്യാങ്. ഇപ്പോൾ എല്ലാവരും കൊണ്ട് ഷാഫി പിന്നെ സതീഷ് എതിരെ നിൽക്കുന്നുണ്ട്, ഒതുക്കും, പിന്നെ അങ്ങനെയാണെങ്കിൽ അതൊരു ഒതുക്കലും പോകുന്നില്ല. ഈ ബഹളമൊക്കെ കുറച്ച് ദിവസം ഉണ്ടാവും, അതങ്ങ് കെട്ടടങ്ങും. അത് ചരിത്രം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ വലിയ എത്ര ബഹളം. ഞാൻ ഉദാഹരണം പറഞ്ഞില്ല, കരുണാകരൻ പോകുന്നില്ലേ, കരുണാകരൻ പോത്ത് എടുത്തുണ്ടായി. കരുണാകരത്തിന് വലുതൊന്നുമല്ല സതീഷൊന്നും, അറിയാമല്ലോ. ആന്റണി പോയി കുറേ കാലം അതൊന്നും തിരിച്ചു വന്നില്ലേ, തിരിച്ചു വരുന്ന പിന്നെ തിരിച്ചു വരുന്ന സതീശൻ, പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വരുന്ന സതീശന് പിന്നെ കരുണാകരനെ പോലെ മുരളിയെ പോലെ ആന്റണി പോലെയൊക്കെ അത്ര സ്ഥാനം കിട്ടുള്ളൂ. അപ്പോൾ ഏതാണ്ട് KC വേണുഗോപാലിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം പിന്നെ പ്രഖ്യാപിച്ചേക്കാം ഏതാനും മണിക്കൂറകം എന്നാണ് ഞങ്ങളുടെ കണക്കുകൂടൽ. ശരിയായിരിക്കുന്നില്ല കേട്ടോ, ഇതൊക്കെ പ്രതീക്ഷ മാത്രമാണ്, ഇതിലേക്ക് കണക്കുകൂട്ട് മാത്രമാണ്. തന്നെയല്ല, KC വേണുഗോപാലൻ കേരള രാഷ്ട്രീയത്തിൽ വന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം വരും. അപ്പോൾ അവിടെ മറ്റേ ഇവിടെ ആരെ കൊണ്ടുവരും, നമ്മുടെ രാജസ്ഥാനിലെ ആളെ കൊണ്ടുവല്ലോ, സച്ചിൻ പൈലറ്റൊക്കെ, അങ്ങനെയൊക്കെ കണക്കുകൂടലുണ്ട്. പക്ഷെ അപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്യേണ്ട മിനിമം പരിപാടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ആ സൂചന പറഞ്ഞ് നമ്മൾ നിർത്താം, വേറൊന്നുമല്ല. 20% വരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങൾ 30 കോടിയോളം മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ 99.9% വോട്ട് ചെയ്തിരിക്കുന്ന ഈ രാഹുൽ നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിക്കാണ്. സംശയമുണ്ടോ? പക്ഷെ എന്നിട്ടും ഇത്രയും ശക്തമായ ഒരു ഗ്രൂപ്പ് ഇന്ന് ഇന്ത്യയിലില്ല.
ബ്രാഹ്മിൻസ് 2% ക്രിസ്ത്യൻസ് 2% ഈ സച്ചിൻ പൈലറ്റിലെ ആൾക്കാരൊക്കെ വളരെ കുറച്ചുള്ളൂ ഇന്ത്യയിൽ. എന്നിട്ടും ഈ 2% കത്തോലിക്കൻ രാഹുലിൻ്റെ ഗ്യാങ്ങും സച്ചിനെ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, ഒരു മുസ്ലിമിനെ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സ്ഥാനമാനങ്ങൾ വേണ്ടി, തന്നെയുമല്ല എല്ലാവർക്കും നീതി വേണ്ടേ. നമ്മൾ പറഞ്ഞ് എല്ലാവർക്കും നീതി വേണം, അല്ല മുസ്ലിം നീതി കൊടുക്കല്ല, എല്ലാവർക്കും നീതി വേണം. വോയിസ് ഫോർ വോയിസ്ലെസ്, വോയിസ് ഓഫ് ജസ്റ്റിസ്. അങ്ങനെ വരുമ്പോൾ അതാരും പറയുന്നല്ലോ. ഞാൻ വീണ്ടും പറയും, 20% ഏതാണ്ട് ദളിതുകൾ ഇന്ത്യയിലുണ്ട്. 22 അത് പോയി 70% ഒന്നും മക്കളിൽ. ആ 20% ഉള്ള 20% ദളിതുകൾ 20 പാർട്ടിയിലാണ്. മെയിൻ പാർട്ടി BSP, പിന്നെ അങ്ങനെ പാർട്ടി, അത് 20 പാർട്ടിയിലാണ്. അപ്പോൾ 20-1 കിട്ടുള്ളൂ, അപ്പോൾ 1% കിട്ടുള്ളൂ. പക്ഷെ മുസ്ലിങ്ങളോ 20% മുസ്ലിങ്ങൾ 99.9% കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് സപ്പോർട്ട് ചെയ്തിട്ട്, എടോ രാഹുലെ, എടോ പ്രിയങ്ക, എടോ ഗാർഗെ, നിങ്ങൾ എന്തോടോ അവരെ കാണാത്തത്? നിങ്ങളെന്താ അവരെ കാണാത്തത്? 20% അല്ലേ? ഇവിടെ നിങ്ങൾ കളിക്കുന്ന കളിയുടെ മറുകളി ഞങ്ങൾ കളിക്കുന്നുണ്ട്. പറഞ്ഞത് അത് ഓൾ ഇന്ത്യ ദേശീയ ലെവലിൽ പോകുന്നുണ്ട്. നമ്മൾ നാളെ ഞങ്ങൾ വേൾഡ് ചാനലാണ് പറയും പോകുന്നുണ്ട്. ആസ്ട്രേലിയ എന്നൊക്കെ വിളിക്കുന്നതോട് ഒരാൾ പറഞ്ഞോട് എത്രയായാലും പേര് കണ്ടായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെ അറിയുമോ, നിങ്ങൾ എന്താണ് അവരെ കുറിച്ച് മിണ്ടാത്തത്? അവരൊരാൾ നിങ്ങളെന്താണ്? സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മുരളിയുടെ ഭാഷ പറഞ്ഞാൽ അലൂമിനിയം പട്ടേൽ, അഹമ്മദ് പട്ടേൽ, ബാക്കി എല്ലാവരും വന്ന അവർ മക്കൾ രാഷ്ട്രീയ അഹമ്മദ് പട്ടേൽ മക്കളും BJPയിലോ വേറെ കൊണ്ട് പോയി നോക്കിക്കോട് എഴുതിക്കോ. അത് വിട്ടാൽ നിങ്ങൾ സമ്മതിക്കില്ല. അപ്പം 20% പറഞ്ഞ ഈ ഒരു സമുദായത്തിൽ ഇത്രയും ശക്തമായി വോട്ട് ബാങ്കുകളിൽ വേറെ ഏതെങ്കിലും സമുദായം, ജാതിയോ മതോ ഇന്ത്യയിൽ ഉണ്ടോ? കോൺഗ്രസ്സേ ഞാൻ ബുദ്ധി ഉണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ, നോളജ് ഉണ്ടെങ്കിൽ, ചിന്തയുണ്ടെങ്കിൽ, രാഷ്ട്രമീമാംസയുടെ അംശമുണ്ടെങ്കിൽ 20% മുസ്ലിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സമുദായം, ഒരു പ്രസ്ഥാനം ലോകത്ത് ഇന്ത്യയിൽ വേറെ ഉണ്ടോ? നിങ്ങൾ അവരെന്താ പരിഗണിക്കാത്തത്? അതിൽ നിങ്ങൾ തെമ്മാടത്തിൽ കാണിക്കുമെന്ന് പിന്നെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതേ സ്ഥാനം ഞങ്ങൾ വീണ്ടും പറയാണ്, ആ 20 കോടി 30 കോടി ജനങ്ങളിൽ ഒരു പകുതി പേര് നിങ്ങൾ BJP സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രി ഉണ്ടാവും. പ്രധാനമന്ത്രി ഉണ്ടാവും എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി ഉണ്ടാവും. അത് മനഃശാസ്ത്രമാണ്. അത് സംഘപരിവാർ മനഃശാസ്ത്രം നമ്മൾ പറഞ്ഞത്. പക്ഷെ മുസ്ലിങ്ങൾ ചെയ്യുമോ? ഇല്ല, അവർ ചെയ്യില്ല. അവിടെ മണ്ടന്മാർ. ഈ ലീഗിൻ്റെ ഒരു വലിയ പതിപ്പാണല്ലോ ഇന്ത്യയിൽ മറ്റു മുസ്ലിങ്ങളുണ്ട്. അറബി വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമാക്കിയ അന്നത്തെ ഭരണാധികാരികളും ഉമറാക്കളും ഉലമാക്കളും ഭരണകർത്താക്കളും പിന്നെ മത മേധാവികളും അതുപേരിൽ മുസ്ലിം അതിന് പുറത്തായത്, മാറി നിൽക്കേണ്ടി വന്നത്. ഇംഗ്ലീഷ് വിദ്യ നിഷിദ്ധമാക്കി. തെറ്റല്ലേ ഇത്? ബ്രിട്ടീഷുകാർ എത്തിപ്പെട്ട സംഭവിക്കും. അതിന് ബ്രിട്ടീഷുകാരെത്താൽ പോരെ, ഭാഷ എന്ത് ചെയ്ത്? അതിൽ ബാബരി മസ്ജിദ് ഇഷ്യൂവിൽ നിങ്ങൾക്കറിയാലോ, അത് വിട്ടുകൊടുത്തെങ്കിൽ സ്വർണ്ണത്താൽ പടവ് വരുമെന്ന് ഇന്ത്യയിൽ പള്ളി. അത് മണ്ടന്മാരെ മുസ്ലിം ചെയ്തില്ല. ഇപ്പം നിങ്ങൾ ഈ രാഹുലിൻ്റെ വാലയിൽ പിടിച്ച് നടക്കുകയാണ്. കേരളത്തിൽ കുറേ മുസ്ലിം നേതാക്കൾ രാഹുൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ എന്തൊരു ആവേശമാണ്. ആവേശം കാണിച്ചോ. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നതിൽ ഉത്തരം വേണം. 20% മുസ്ലിം സമുദായത്തിൽ 99.9% കോൺഗ്രസ് വോട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിക്ക് വോട്ട് ചെയ്തിട്ട് എവിടെയോ അവരുടെ പ്രാതിനിധ്യം നമുക്ക് വർക്കിംഗ് കമ്മിറ്റിയിലോ 10-21 ആളുണ്ട്. 21 പേരിൽ ഒരാൾ, അതും BSP നാട്ട് വന്ന ഒരാളാണ്, താരിഖ് അൻവർ NCP നാട്ട് വന്ന ഒരാളാണ്. കേരളത്തിൽ ഇത്തരമുണ്ടോ? കേരളത്തിൽ എല്ലാവരും പോയില്ല. ഇപ്പം ആദ്യമായിട്ടാണ് ഒരു മുസ്ലിമെ വിളിച്ചത്, ഈ അസരെ. അത് ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ക്രിക്കറ്റ് കുത്തി അവസാനമാണ് പിന്നെ അയാൾ കൺവീനറാക്കി വെച്ചു, പിന്നെ താൽക്കാലിക പ്രസിഡന്റ് സ്ഥാനം കൊടുത്തത്. അങ്ങനെ വില വിളിക്കില്ല. കുറേ വർഷം മുമ്പ് നിർത്താം. പാലോളി മുഹമ്മദ് കുട്ടിയെ മുഖ്യമന്ത്രിയാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫ്ലെക്സ് വെച്ച് ചുമരെടുത്ത് നടത്തുമ്പോൾ കോൺഗ്രസിൻ്റെ ബ്ലോക്കിൽ പോസ്റ്ററിൽ ഒരു മുസ്ലിം നാമധാരവും ഇല്ല. ഉണ്ട്, തൊപ്പിച്ച തങ്ങളും കുഞ്ഞാക്കയും. അത് സെക്ഷൻ വേറെയാണ്, കോൺഗ്രസ് അല്ല. ഞാൻ ചോദിച്ചു, ഇന്നത്തെ ഈ പറഞ്ഞ രമേശോട് ചോദിച്ചു, രമേശ് എന്താണ്? അപ്പോൾ രമേശ് ചോദിച്ചെന്നറിയോ, ഒരു മുൻ പ്രസിഡന്റ്, മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ നിലവിൽ KPCC പ്രസിഡന്റ്, ഇങ്ങനെ പറ്റുള്ളൂ. 50 വർഷം എന്തുണ്ടാക്കിയില്ല. TU ബാബയ്ക്ക് ശേഷം നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിം KPCC പ്രസിഡന്റ് ആക്കിയില്ല? ഇതിപ്പോൾ കളി മാറാൻ പോകണം. ഷാഫി പറമ്പിലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുസ്ലിം വോട്ട്
കടലാസ് മഷി ഒപ്പ് കടലാസ് വലിച്ചെടുക്കുക പോലെ മുസ്ലിം സമുദായത്തിൽ ലീഗിലുള്ള അനുഭാവികളൊക്കെ ഇങ്ങോട്ട് പോരാണ്. ലീഗ് ഒറ്റപ്പെട്ടു അവസരവർക്കുണ്ടായിരുന്നു, പക്ഷെ അത് കളഞ്ഞത്. ഷാഫി പറമ്പിലെ ഗ്രൂപ്പ് മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളൊക്കെ കോൺഗ്രസിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു. BJP അവർ പോവില്ല, ഒറ്റതിരേ ഉള്ളൂ. അപ്പം പിന്നെ വഴി എന്താണ്, ലീഗിലേക്ക് നിൽക്കൂലർ. അപ്പോൾ ഈ ആൾക്കാരെ മുഴുവൻ ഇങ്ങോട്ട് എന്നിട്ട് പുറത്ത് നിൽക്കുന്ന 1 കോടി മുസ്ലിങ്ങളിൽ 80% ഷാഫി പറമ്പിലെ ഒപ്പ് കടലാസ് മഷി വലിച്ചെടുക്കും. ഇപ്പോൾ ഷാഫിക്ക് എതിർക്കുന്നത് ചില അത് സതീശ ഗ്രൂപ്പുണ്ട്, അതിലൊന്നും വില പോവില്ല. കേന്ദ്ര നേതൃത്വത്തോട് എതിർത്തുന്നൊന്നും കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് വളരില്ല. സതീശ വളരില്ല, അത് ഷാഫിക്കറിയാം. അതാണ് ഷാഫി ബുദ്ധിമാനാ. അയാൾ ജാതിക്കാരുടെ കണക്കില്ല, പക്ഷെ ബുദ്ധിമാനാ. അയാൾ അറിയാലോ. അയാൾ ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ അറിയോ, ദൃഢപ്രതിജ്ഞ. ആരും പണക്കേണ്ട വന്നിട്ട് എല്ലാവരും സോപ്പിടില്ല. അയാൾ മുസ്ലിം സംഘടനയിൽ പുള്ളി പോവില്ല, മുസ്ലിം പരിപാടിക്ക് പോവില്ല. എവിടെയും മുസ്ലിം പരിപാടി ഉണ്ടെങ്കിൽ പുള്ളി 1 കിലോമീറ്റർ അകലെ വണ്ടി തിരിച്ചിടും. എന്നിട്ട് ആ പുള്ളി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും ഈ തിരുവനന്തപുരത്തൊരു അച്ചായുണ്ട്, അവനും പറയുന്നറിയോ, അപ്പോൾ ജിഹാദികളാണെന്നാണ്. പോയി പണി അവിടെ വിളിക്കും. ജനങ്ങളെല്ലാം മനസ്സിലായിട്ട്. അപ്പോൾ ഒരു കാര്യം പറയാം, മുസ്ലിം ലീഗ് നിങ്ങൾ അപകടത്തിലേക്കാണ്. ഇനി ചരിത്രം നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത്രയും കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്.